ഹലോ ഗായ്സ്, അങ്ങനെ വെൽക്കം ടു അനദർ ഫ്ലാഷ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ കുറേ വാച്ചൊക്കെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് സിസ്റ്ററിൻ്റെ പിള്ളേർക്കും ഉമ്മാക്കും ഒക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. ഷാസ് സ്വിച്ച് ടൈം ഹൗസിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് പോയി സാധനം വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ കാർത്തികയൊക്കെ വിളിച്ച്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നേരെ ഫുഡ് അടിക്കാൻ പോവാണ്. ഗ്രാൻഡ് ഓൺഡ്രേ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഗൈസ് കൊച്ചിയിൽ. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ തന്നെയാണ്, മേറാസ് എന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ പോയി കുറച്ച് ഫുഡ് അടിക്കാം എന്നുള്ളൊരു പ്ലാനിലിരിക്കുകയാണ്. സോ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി. ഞാനിന്ന് വ്ളോഗ് എടുക്കാൻ പറ്റൂല എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. ലൈക്ക് പ്രത്യേകിച്ചൊന്നും ഇവൻറ്റ്സ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ. അപ്പം പെട്ടെന്നുണ്ടായ പ്ലാനാണിത്. വാച്ച് എടുക്കാനുള്ള പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഓൾറെഡി ഷാസിൻ്റെ വ്ളോഗിൽ വരും, വാച്ചിൻ്റെ സംഭവം. അപ്പോൾ നമ്മൾ ഈ ഫുഡ് അടിക്കാൻ പോകുന്നതിൻ്റെ ഒരുപാട് പേരുണ്ട്. കാർത്തി, അനന്തു, ഷാരു, ഹമ്പിളും ഉണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ഹമ്പിൾ കുറച്ച് നാളായിട്ട് എൻ്റെ ഇതിൽ വന്നിട്ടില്ല ഹമ്പിൾ. അപ്പോൾ നമുക്ക് ഇന്ന് ഹമ്പിളിനെ കൊണ്ടുവരാം കേസ് നമ്മളെ വ്ളോഗിൽ. പിന്നെ മറ്റേ ആടി സംസാരിച്ചെന്ന് പറഞ്ഞ കേസ് എനിക്ക് എൻ്റെ നാച്ചുറൽ സംഭവമാണ്. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിങ്ങനെ ഞാൻ നടന്നും ഇരുന്നും ഇങ്ങനെ ചെറിയൊരു ആട്ടമുണ്ട് എനിക്ക്. അത് പതുക്കെ നമ്മൾ മാറ്റും കേസ്. അപ്പോൾ വ്ളോഗ് തുടങ്ങിയതിൻ്റെ ഇതിലെങ്കിലും തനിയെ മാറുമായിരിക്കും നോക്കാൻ. അപ്പോൾ ഒരു കോൺഷ്യസ് ആയിട്ടുള്ളൊരിതുണ്ട്. ലെറ്റ് സി ഗൈസ്. അപ്പം നമ്മൾ പതുക്കെ പിന്നെ എനിക്ക് മുട്ടാട്ടുന്ന പരിപാടിയുണ്ട്, ചിലപ്പോൾ അതുകൊണ്ട് ക്യാമറ കുലുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് വരാമെന്നില്ല, ഫുഡ് കഴിക്കാൻ പോവാം. അവിടെ വെച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ബൈ ഗൈസ്. കഴിക്കാൻ പോണതിന് മുമ്പേ പൊതിപ്പൊറോട്ട വിത്ത് ചിക്കൻ കറി, നല്ല സൂപ്പർ ടേസ്റ്റ്. ദിസ് ഈസ് ഗുഡ്. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടാ, സോ ഗുഡ്. സിലോൺ ബേക്ക് ഹൗസിൻ്റെ പൊതി പൊറോട്ടയാണ്, അടിപൊളി. മാഗ വാങ്ങിച്ചു കൊടുത്തായിരുന്നു, അതിൽ നിന്ന് ഞാൻ കുറച്ച് കഴിച്ചു. അപ്പോൾ ശരി ഗൈസ്, കാണാം, ബൈ. ഏർലി ബർത്ത്ഡേ ഗിഫ്റ്റ് ടിസോണ്ട PRX വിത്ത് ടിഫനി ഡയൽ. നിങ്ങളെ ഹാപ്പിയായി അവസരം കിട്ടിയല്ലേ, സന്തോഷമായല്ലേ, കഴിഞ്ഞ് ഡൺ. ഈ മാസത്തെ ജുജു ആ വരുന്നു. ഓ, സിലോൺ ബേക്ക് ഹൗസ് വീട്ടിലുണ്ട്. ഒടുക്കാത്ത ടേസ്റ്റ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കഴിച്ചപ്പോൾ കിഴി പൊറോട്ടയുടെ റിവ്യൂ. ഇതിന്റെ വാച്ച് കാണിച്ചേ ജുജു, ഷോ യുവർ വാച്ച്. നല്ല സൂപ്പർ വാച്ച്. ഡു യു ലൈക്ക് ഇറ്റ്? ഇത് മറ്റേ ഊണോ, കാസിയോ ലിമിറ്റഡ് എഡിഷൻ ഊണോ. ഇതിലെന്തോ +4 എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. എങ്ങനെ അടി അവിടെ തന്നെ ഫോക്കസ്. ഓ, വൈൽഡ്, മറ്റേ വൈൽഡ് +4ൻ്റെ സാധനം. അങ്ങനെ നമ്മൾ ഗ്രാൻഡ് ഓൺഡ്രയിൽ എത്തിയിരിക്കുകയാണ്. വ്ളോഗുകളുടെ ഒരു കളിയായിരിക്കും ഇന്നും. എല്ലാവരും ഉണ്ട്. ഇതാണ് ഗ്രാൻഡ് ഓൺഡ്രേ. റിബണൊക്കെ കെട്ടി നല്ല അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അധികം ആൾക്കാരില്ലെന്ന് തോന്നുന്നു. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് വാക്ക് ഇൻ ടു ദ ഗ്രാൻഡ് ഓൺഡ്രേ. ദിസ് ഏരിയ ഈസ് സെറ്റ്. നൈസ്. ഇതാണ് കേസ് നമ്മുടെ ഇന്നത്തെ ഡൈനിങ് സ്പോട്ട്. ശ്വാസം മുടന്തി നടക്കുന്നുണ്ടോ? കാലിലൊരു നഖം പുഴുത് മാറ്റിയതാണ്. ഡെഡ് നെയിലായിരുന്നു അവൻ്റെ. ഡെഡ് നെയിൽ. നഖം അങ്ങ് രാവിലെ സർജറി ആയിരുന്നു. രാവിലെ ഒരു സർജറി കഴിഞ്ഞിട്ട് വന്നേക്കുന്നേ. വാ ഇരുന്നോ. സൂപ്പർ അല്ലേ, നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റ് ആണ് ഗൈസ്. എവ്രിബഡി പ്ലീസ് വിസിറ്റ് ഗ്രാൻഡ് ഓൺഡ്രേ. ഫസ്റ്റ് ആള് വന്നേ, സെക്കൻഡ് ആള് വന്നേ, എല്ലാ ദിവസവും ഹായ് ആടേ. അങ്ങനെ ഫുൾ വ്ളോഗിന്റെ കളിയാണ് ഞാൻ. വ്ളോഗ് ഹലോ
ഇതാണ് നമ്മുടെ വ്ളോഗ് ലാംഗ്വേജ്. ഹലോ അമ്മു, എന്തൊക്കെയുണ്ട്? ഹായ് ഹായ്, എല്ലാരും ഹായ് പറയൂ. കണ്ണൻ ബ്രോ ഹായ് പറയൂ. അനന്തു ബ്രോ ഹായ് പറയൂ. കൊള്ളാമല്ലോ ടീഷർട്ട്. 1948 രസമുണ്ട് കേട്ടോ. പ്യൂമ അല്ലേ? അടിപൊളി. എന്തോ ചെണ്ടേരെ ഓർമ്മയാണെന്നോ? ഓ, ഇത് ഞാൻ കണ്ടില്ല. ഓ മൈ ഗോഡ്, നീ പറഞ്ഞില്ലേ? കാല് സർജറിയാണ്. പതുക്കെ കാലൊന്ന് സൂക്ഷിച്ചാ മതി കെട്ടിപ്പിടിക്കുന്നത്. അല്ല, അവന്റെ കാല്, അവന്റെ നഖം പറിച്ചെത്ര. അവന്റെ കൊറോണയാടാ. എടാ, ഇത് മറ്റേ മൈനാടാ, മൈന്. മറ്റേ സീ മൈനില്ലേ, സീ മൈനിന്റെ ഷേപ്പിലാണ് കൊറോണ. ആ, കടൽ ബോംബ്. അത് തന്നെ, മൈൻ സ്വീപ്പർ സാധനം. അപ്പൊ തന്നെ വാച്ച് കയ്യിൽ എത്തി. എടാ, ശരിക്കും ശാസ്ത്രജ്ഞ വമ്പൻ ട്രീറ്റ് കൊടുക്കണോടാ. നിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം. എന്തുവാടാ നീ എനിക്കൊരു കുണ്ടിയും തരണ്ടേ? നീ കുണ്ടീനെ കേക്കൂ. എവള് വന്നൊന്ന് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ലാങ്ങും അങ്ങനെയാണ്. ആര് കട്ട് ചെയ്താലും ഈ ഇതില് കട്ടാവൂല. ഇപ്പൊ മനസ്സിലായോ പച്ചയത്തോണ്ട് നടക്കണം? നിനക്ക് എന്താണല്ലേ ഇഷ്ടം? ഇവന് മറ്റേ കോസ്റ്റ്ലി റോളക്സ് ഒക്കെയാണ് ആഗ്രഹം. ബാക്കിയുള്ള അവൻ വാങ്ങിക്കോടാ. ഭയങ്കര വലിയ ആഗ്രഹം വേറെ, ഇഷ്ടം വേറെ. ഇഷ്ടം എന്ന് പറയുന്നത് എന്താ, ഇതൊക്കെ ഇഷ്ടം. ഇവന്റെ ഇഷ്ടം ആൾക്കാർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു സന്തോഷമാണ്. അതെന്റെ വലിയൊരു കൊള്ളാടാ, നല്ല കാര്യം. ഇത് ശാസ്ത്രമാണ്. ഇതും ഇതും എല്ലാവർക്കും ബാച്ച് ഉണ്ടായി കൊടുക്കുന്നില്ല. ഈ ഒരു സ്ഥലത്ത് സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്. പുക കണ്ട് ഞെട്ടിയിരിക്കുന്ന അമ്മു. ഡ്രൈ ഐസ് അത് ഭയങ്കര ഭയങ്കര തണുപ്പാണ്. നെഗറ്റീവ് എത്രയോ ഡിഗ്രി സെൽഷ്യസ് ആണ്. കാണിച്ചു തരാം. എന്താണ് ഡ്രൈ ഐസ് കിടന്ന് പുകയുന്നുണ്ട് ഗൈസ്. ഇതാണ് ഇവര് വെൽക്കം ഡ്രിങ്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് അവർ ഫ്രീ ആയിട്ട് തരും. ഓ വാവ്, വന്നിരിക്കുകയാണ്. പുകച്ച് പുറത്ത് ചാടിയുള്ള പരിപാടി. നമ്മൾ പഴയ ഫ്ലാഷ് ബാക്കും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ആ ജ്യൂസ് എടുത്ത് കുടിച്ചാലോ? ഭയങ്കര രസമായിരുന്നടാ. നമ്മളാ മിന്റ് ലൈമാണെന്നാണ് എന്റെ ബലമായ വിശ്വാസം. മിന്റുണ്ട്, ലൈമുണ്ട്, വേറെ എന്തൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. എങ്ങനെയുണ്ടാ? ഫുഡ് ഡാഡി അപ്രൂവ്സ്. ശരിയായി. ഓ ഫുള്ള് എല്ലാരും ഒറ്റ വലിക്ക് ഫിനിഷ്. വൺ ഷോട്ട്. ആ മധുരം ഒബ്വിയസ്ലി. പിന്നെ ഞാൻ സിംഗിൾ. ഇല്ലെങ്കിൽ എന്നെ സിംഗിൾ ആയിട്ട് എടുക്കൂലേ? ഇല്ല, പിന്നെ കൂട്ടത്തോടുള്ള ഒരു കൂടിയ ക്യാമറ വരുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഈ കാണുന്നത്. ആ ക്യാമറ വരുമ്പോൾ ഞാനാണ് ടെസ്റ്റ് ഷൂട്ട്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എവിടെ എടുത്തോണ്ട് പോകും? അതല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. ഇല്ലല്ല, അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഫേമസ്. അത് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ബ്ലാക്സ്.
രണ്ട് ഫോട്ടോ എടുത്തു ഇനി ഞാൻ പറഞ്ഞത് കപ്പിൾ ഷൂട്ട്. ഇത്രയും വില കൂടിയ ക്യാമറ എടുത്ത് DP ഇടാതെ എടുത്ത് പോടാ. DP ഇടും നമ്മൾ. എനിക്ക് വേണം DP. എനിക്കും വേണം DP. ഞാൻ സനിബ്രോ എന്റെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പിന്നെ ഇന്ന് വരെ എന്റെ DP മാറ്റി. അവ മാറ്റിക്കാം, സെറ്റാക്കാം. എവനും മാറ്റിക്കണം, നിനക്ക് മാറ്റാം. നല്ലൊരു ഫോട്ടോ ആണെങ്കിൽ ഞാൻ മാറ്റും. നല്ലൊരു ഫോട്ടോ ഡെഫിനിഷൻ കാണിച്ചാ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു DP പിക്ക് ആക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ ആയിരിക്കും. ശ്രമിക്കാം. DP ചലഞ്ച്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. അന്ന് ഞാൻ അന്ന് ഏത് ഫോട്ടോ എടുത്താലും എല്ലാമാരും DP ഇടുന്നു. അയ്യോ അത് അത്രേ ഉള്ളൂ. അത് ഒരു ഉണ്ടല്ലേ ഒരു പ്രാവശ്യം മാത്രമേ DP മാറ്റിയിട്ടുള്ളൂ. അത് ലൂഫി ഗിയർ 5 ആയ നിന്റെ DP മാറ്റാറായി. ലൂഫി ഗിയർ 5 ആയ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് മാത്രമാണ് ഞാൻ DP ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അന്ന് അന്ന് ഇടുന്ന ഏത് പിന്നിലെ ഫോട്ടോ കാണും അത് ഞാൻ കണ്ടുപടിയടാ. കണ്ട, ഇതാണ് കമ്മിറ്റ്മെന്റ്. ചലഞ്ച് ഏറ്റെടുക്കുക. ചലഞ്ച് എടുത്തല്ലോ. ഇത് ചലഞ്ചാണ് എനിക്ക്. ഇത്ര ആൾക്കാരാ ഈ ഫോട്ടോ എടുക്കുന്ന ചലഞ്ചാണ് എനിക്ക്. സനിബ്രോ എടുക്കുന്ന ഏത് പഴം വിഴുങ്ങിയ ഫോട്ടോ പഴം വിഴുങ്ങിയ ഫോട്ടോ ഒന്നും ഇടൂല. പോടാ, ഞാൻ പഴം വിഴുങ്ങിയ ഫോട്ടോ എടുക്കാറില്ല. ഇന്നലെ ഫോണിൽ വെച്ച് എടുത്തു നോക്കിയേ. എനിക്കറിയാം. അൾട്ടിമേറ്റ് ചലഞ്ച് കിണ്ണം കാച്ച സാധനം എടുത്ത ആ സ്പോട്ട് ഞാൻ ഇടും. എന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് സനിയുടെ ടാലന്റ് അറിയാം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു 1-2 സാധനം കിട്ടുമായിരിക്കും. DP നല്ലതാണ് കിട്ടാം. എല്ലാരും ഇടണം. സനീരത് എനിക്കറിയാം. ഓക്കെ, ഇത്രേ ഉള്ളൂ DP. അതില് കാണുന്ന രീതിയിൽ എടുത്താൽ മതി. വിസിബിൾ സെപ്പറേഷൻ കളർ വേണം. മനസ്സിലായി, സെപ്പറേറ്റ് ആയിട്ട് കാണണം. മനസ്സിലായി. ഞാൻ നോക്കട്ടെ അവന്റെ DP. എനിക്ക് തലയിൽ വരണില്ല. ഞാൻ നോക്കട്ടെ, അവന്റെ DP നോക്കട്ടെ. അതിനെ ടോപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇത് സാധാരണ സ്റ്റുഡിയോ ഫോട്ടോ ആടാ. ഇതാണോടാ നീ എന്റെ ചാലഞ്ച് തരുന്നത്? ഓക്കെ ഗൈസ്, ഈ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ മാറ്റിയില്ലെങ്കിൽ ഇതിനേക്കാളും കൊള്ളൂലെന്നാണ് അർത്ഥം. ഏത് പിന്നെ ഇതിനെ വെച്ചിട്ട് ഞാൻ നിനക്ക് ഇപ്പൊ എടുത്തുതരാം. ഇതിനെക്കാട്ടി സൂപ്പർ സാധനം. ആ ഫ്ലെയിം ബാക്ക്ഗ്രൗണ്ടിൽ പോയില്ലേ, സെറ്റ് ആക്കി തരാം ഇപ്പം. നമ്മൾ പൊളിക്കും. എന്തോന്നാ എവളെ മുഖത്തിൽ എന്തൊക്കെ ഗോഷ്ടി കാണിക്കണേ എന്ന് നോക്കിട്ട് എന്താ ഇരിക്കുന്ന ബഹളവും കേൾക്കാൻ. ഓ മൈ ഗോഡ്. ഓ ഇവൻ മനപ്പൂർവ്വം. എന്താ പൊന്നോ, എന്നാ പൂജ ബേട്ടി ആൻഡ് പൂജ ബേട്ടൻ. Oh my god, yeah, welcome humble to my vlog. Finally, first ആയിട്ട്. I consider this as my privilege. കാര്യം മോസ്റ്റ് ട്രെൻഡിങ് വ്ലോഗ് ആണ് ഇപ്പൊ എനിക്കറിയാം. എനിക്കറിഞ്ഞൂടാ. ഇവരൊക്കെയാണ് ഗൈസ് എന്റെ ഗുരുക്കന്മാർ. എന്നെ വ്ളോഗിങ്ങിലോട്ട് എടുത്തോണ്ട് വന്ന ടീമുകളാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. എന്താടാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? വെൽക്കം ടു മൈ വ്ളോഗ്. ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ എല്ലാവരും രണ്ടുപേരും എന്റെ വ്ളോഗിലോട്ട്. കയറിക്കും. അവര് കാണാൻ സാധ്യതയില്ല. അവരുടെ കാറ്റഗറി അല്ല എന്റെ വ്ളോഗ്. ചിലപ്പായിരിക്കും. ഞാൻ എന്റെ ഗുരുവിന്റെ അടുത്തിരിക്കാം. നിനക്കറിയോ ഇങ്ങനെ അല്ല പീസ് കാണിക്കേണ്ടത്. ഇങ്ങനെയാണോ? പറ്റൂല. കാണിച്ചോ കാണിക്കണ്ട. ഇവന്മാരെ കൊണ്ട് ശല്യമായല്ലോ. സ്കിബിഡി ഒഹായോ റിസ് അല്ല ഒഹായോ റിസ് അങ്ങനെ കുക്കിംഗ് ഒക്കെ തുടങ്ങിയ ബിരിയാണി ഒക്കെ ഉണ്ടാക്കൂടാ. പോയതിനു ശരിക്കും വരാം. നിനക്കെന്നെ വിശ്വസിക്കാൻ വയ്യ. പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കി നമുക്ക് തന്നെ വിശ്വസിക്കാൻ വയ്യ. വണ്ടി ഓടിച്ചിട്ട് കോഴിക്കോട് ഫുഡ് ഡാഡി ഞാൻ തന്നെ ഉണ്ട്. ട്രാവൽ ഡാഡി അടുത്ത മാസം പോലെ. ഈ അടുത്ത് കേട്ട പേരുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണെന്നറിയാം. ആപ്പിൾ ആണ്ടവർ. സൂപ്പർ അല്ലേ? ആപ്പിൾ ആണ്ടവർ. എന്താടാ ഇതൊക്കെ? ഉള്ളിവടേ ഈ സൈഡിലൊന്നും വന്നില്ല.
നല്ല ഫോണാണ്. നൈസ്. നല്ല ഫോൺ ഫോട്ടോ നിന്റെ ഐഫോൺ മാറി അങ്ങനെ വില ഫോട്ടോ ഒക്കെ ജിൽ ജില്ലെന്നിരിക്കും. ഫോട്ടോയുടെ കാര്യത്തിൽ ഞാൻ ആർക്കും ചെയ്യൂല. പക്ഷെ വീഡിയോ കേസിൽ ഇത് തന്നെയാണ് അസുഖം. അല്ല, നമ്മുടെ ജോലി വീഡിയോഗ്രാഫി ആണല്ലോ. Yes. ഇതല്ല ഇതിപ്പോ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗിലാണ്. കാരണം ഇതിന്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. വീഡിയോയുടെ കാര്യത്തില് ഐഫോൺ ഇസ് ബെസ്റ്റ് എന്നാണ് എനിക്ക് വയ്യ. എന്തൊക്കെ കേൾക്കണം. എനിക്കിഷ്ടം കേടില്ല ഓവർ പ്രൈസ് അതായത് അവർ ഈ പറഞ്ഞ ഹൈപ്പിലാണ് എന്റെ കളയും കൂടെ നോക്കിയടാ. ക്യാമറ വൈസ് ഇസ് നൈസ്. ചിരി ചിരി. ഫോട്ടോഗ്രാഫർ വീഡിയോ ഫോട്ടോഗ്രാഫർ അമ്പിൾ മോഡൽ കാർത്തി ആട് ഫോട്ടോ എടുത്താൽ ആട് അമ്പിൾ ഫോട്ടോഗ്രാഫി. എണ്ണ ഫോട്ടോ ആണല്ലോ. നല്ല ഫോട്ടോ. സോറി ഓഡിയൻസ്. ഓ മൈ ഗോഡ്, ഭയങ്കര പല മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അമ്പിള്. നീ മ്യൂസീഷ്യൻ ആയാൽ മതി, ഫോട്ടോഗ്രാഫർ ആവണ്ട. എന്റെ കഞ്ഞിയില് പാറ്റ ആവണ്ട. എനിക്ക് ഫൈനലി അറ്റത്തിരിക്കുന്ന എനിക്ക് ഒരു സാധനം കിട്ടിയിരിക്കുന്നു ഗൈസ്. കാന്താരി ഫിഷ് നോക്കട്ടെ. നല്ല ഫിഷ് അല്ലേടാ. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി. ഫിഷ് ട്രൈ ചെയ്ത് നോക്കിയാണ്. ഇത് നമ്മൾ കഴിച്ച മടുത്ത സാധനമാണ്. അവൾക്കുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞത് സെറ്റ് സാധനമല്ലേ. 1+30 ഫുഡിന്റെ കാര്യത്തിൽ ചാരു നീ എത്തിയിട്ടില്ല. നീ ഒരു ഫുഡ് മമ്മി ആവാൻ നോക്കണമെന്ന് എനിക്ക് മനസ്സിലായി. നടക്കൂല ഫുഡ് ഡാഡി ഉള്ളപ്പോ. അവന്റെ ടിക്ക എന്തായാലും വന്നേലേടാ. എടാ മറ്റേ ജോയ് ഡസിൻ ഷെയർ. അതെ എവന്റെ സാധനം വന്നടാ. തന്തൂരി ചിക്കൻ. അതിപ്പോ ഞാൻ തോണ്ടി കേസ് അവിടെ. എന്റെ ടിക്ക തന്തൂരി അൽഫാം. ആ ഇതെന്താ ഇത് കേരള പൊറോട്ട അല്ലേ? നോർമൽ അല്ലേ? കറിയും കൂടെ വന്നിരുന്നെങ്കിൽ കഴിക്കാൻ. ഇതെന്റെ പൊറോട്ടയാണ് ഗൈസ്. പച്ച പൊറോട്ട കഴിക്കട്ടെ. അവ ഇതൊന്നും അറിയാതെ വ്ളോഗ് ചെയ്തോണ്ടിരിക്കുന്നത് ഗൈസ്. നമ്മൾ പതുക്കെ എതിർത്തിട്ടിങ്ങനെ. എന്റെ അൽഫാമെന്ന് സലബ്ര അടിച്ചു മാറ്റി. താങ്ക് യു. സലബ്ര എന്തിനാണ് ഓർഡർ ചെയ്ത? കടായി ഫിഷ്. ആണോ? ഞാൻ ഒരു ചെറിയ അൽഫാമാണ്. അയ്യോ കടായി ഫിഷ് ആണല്ലോ. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത കടായി ഫിഷും പൊറോട്ടയും. ബാക്കി അവരെന്നൊക്കെ പിച്ച് പിച്ചിട്ടില്ല ഗൈസ്. അതാണ് എൻ്റെ പ്ലാൻ. കടായി ഫിഷ് അടിച്ചു മാറ്റുന്നതാണ് ഞാൻ തരാം. പൊറോട്ട പിച്ചെടുക്കുന്നു. ആ അതെൻ്റെ സ്റ്റാർട്ടറായിരുന്നു, കുഴപ്പമില്ല. ഇപ്പോഴെങ്കിലും വന്നു. പ്രോൺസ് കഴിക്കുന്നവർ ഇതിൽ നിന്ന് എടുക്കും. ഇത് കടായി ഫിഷ് ചിക്കൻ കറി ആയിരുന്നു. ഫിഷ് കറി അല്ലേ? അടിപൊളിയാണ്, സൂപ്പർ. ആലപ്പുഴ ചിക്കൻ കറി നല്ല സൂപ്പർ ടേസ്റ്റ്. ചെറിയ സ്പൈസി. നല്ല വെളിച്ചെണ്ണ മണം പറഞ്ഞു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കൊള്ളാം, അടിപൊളി. ഇത് അപ്പത്തിനോട് എങ്ങനെ നൈസ് ചേട്ടാ? നമ്മൾ പക്ഷേ പൊറോട്ടയോടെ കഴിക്കാം. ഓക്കെ, ഇതാണ് ഫിഷ് എന്ന് തോന്നുന്നു. എല്ലാ ഫുഡിന്റെ ടേസ്റ്റ് ഫിഷ് നല്ല സോഫ്റ്റ് ഫിഷ് ചേട്ടാ. ഭയങ്കര ഇഷ്ടമാണ്. എടുത്തിട്ട് നമ്മൾ നീ എന്തൊരു കേട്ടാ വലിയ വിഷം എന്താ ആടിക്കിടക്കുന്ന അൽഫാം കുഴപ്പമില്ല. ഒരുപാട് ആൾക്കാരുള്ള ഗുണം പറഞ്ഞാലേ ഒരുപാട് ഒന്നും കിട്ടൂല എന്നല്ലേ? ഞാൻ നോക്കിയിരുന്നോ സൈഡിൽ കൂടെ അൽഫാം തീർന്നോണ്ടിരിക്കണം. ചോറ് എടാ ഇത് പുതിയതാണോ? ബീഫ് ദം ബിരിയാണി അരി എം ഡി തരാൻ പറഞ്ഞ എന്താണ് അവിടെ ബോംബ് സ്ഫോടനം? എന്തോ ഇവിടെ പൊട്ടിത്തെറിയാണല്ലോ. സിസ്ലറാണ് കേട്ടാ.
പൊട്ടിത്തെറിക്കുന്ന ഒരു സാധനം വന്നിരിക്കണം. അവനാ പൊട്ടിത്തെറി തീരണ വരെ പോലും വെയിറ്റ് ചെയ്യാൻ വയ്യ guys. അതിന്റെ ഇടയിൽ കൂടെ കയറ്റി. പൊട്ടിത്തെറിയിനകത്ത് കൈയിട്ട് നിന്നവൻ. ആ ബ്രോ സർവ് ചെയ്തോ, അതാണ് നമ്മളെ ആരോഗ്യത്തിന് നല്ലത്. ആണോ അതിനടിയില്ല? ഓ അങ്ങനെയാണ് കേട്ടോ ഐറ്റം. ഓ മിക്സിങ്. ഓ അത് മിക്സ് ചെയ്യാൻ നോക്കിയാ ഗൈസ്. ബഹളം ഉണ്ടാക്കുന്നത്. പുകയും ഇതവരുടെ പുതിയ ഐറ്റം ആണെന്ന് തോന്നുന്നല്ലോ. ഇതെന്താണ് ഇതൊക്കെ ആരാണ് ഓർഡർ ചെയ്തത്? കൂടിയ എന്തൊരു ഐറ്റം വന്നിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ഫുഡിയാണ്, അതുകൊണ്ട് നമുക്കറിയാം നമ്മൾ ഓർഡർ ചെയ്യുന്നെങ്കിൽ നല്ല സൂപ്പർ സാധനം. എടാ ഒരു കട്ട് ചെയ്തൊരു പീസ് ഇടാ നമ്മളെ. നമ്മള് കൈയൊക്കെ വൃത്തിയാക്കിയിട്ടേ വെട്ടത്തുള്ളൂ. ശാസ്ത്രത്തിന്റെ വളർച്ച. ആകെ 3 പീസേ ഉള്ളു കേട്ടാ, അത് മിക്കവാറും വെട്ടി ഇന്ന് തീരും. എടേ എന്താണ്, ഞാൻ വെറുതെ ഹൈപ്പിന് പറഞ്ഞതാണ് കേട്ടാ, നീ വെറുതെ ഒന്ന് കട്ട് ചെയ്ത് തന്നാ മതി. അപ്പൊ കാലിക്കട്ട് ഇറച്ചിക്കട നടത്തണം. കൊള്ളാട്ടാ, ഭയങ്കര സ്വിഫ്റ്റ് മൂവ് ഒക്കെയാണ്. നമ്മളിന്റെ സ്നേഹ സമ്മാനം. ഒന്നുകൂടെ വെട്ടിയടാ. കൊള്ളാം. മതി മതിയടി, ചെറുത് മതി. കുറച്ചുകൂടെ എനിക്ക് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ആര് മഷ്റൂം സോസറാ? ഓ അത് ഞാൻ ഒരു ദിവസം പോകണ്ട്. നീ ഉണ്ടാ? നീ അവനെ കിട്ടാണ്ട് കുറച്ച് സമയം എടുക്കും. അതല്ല, നമുക്ക് മറ്റേ ഫുഡ് എക്സ്പ്ലോറേഷൻ. രാജ്യം ഇവിടെ ഇനി രാജ്യം ബാക്കിയില്ല, നമ്മളിനി വേറെ വല്ല രാജ്യത്തെ ഫ്ലൈറ്റ് എടുത്ത് പോകേണ്ടി വരും. ആ ഇവിടെ ഉണ്ടാ? ആ ഇവിടെ ഉണ്ട്. ഇവിടെ ഒന്നും ഇല്ലടാ. നമ്മള് പോർച്ചുഗീസ് മെക്സിക്കൻ ഉണ്ട്. ടാക്കോബെൽ മെക്സിക്കൻ ആണ്. ഇവിടെ ഇതും മെക്സിക്കൻ ആണ്. മെക്സിക്കൻ സാധനം കേട്ടോ. അവിടെ ബൊറീറ്റോ ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. അത് മറ്റേ ചിപ്സ് ആണോ ഡൊറീറ്റോ എന്ന് പറയുന്നത്? ഇത് ബുറീറ്റോ. കഴിക്കുന്നവർ എങ്ങനെയുണ്ടാ ഫ്രൈഡ് റൈസ്? കൊള്ളാം. സ്പൂണുണ്ടോ? അതെന്നാ ഇപ്പൊ കൊണ്ടുവരാ? ഫ്രൈഡ് റൈസ് കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. എന്താണ് പൊങ്ങിയിരിക്കുന്നത്? ആ ഓക്കെ, ഫ്രൈഡ് റൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തൊക്കെ സാധനം വരുന്നത്? ഇതെന്താണ് ബ്രോ? ഇതാണോ മറ്റേ തോരൻ? ആ അതാ അവിടെ വന്ന് ഇതെന്തോ ചിക്കൻ ചെറിയ ഉള്ളി തോരനാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടായി കഴിക്കാൻ പോകുന്നത്. നമ്മളാ ഉള്ളിത്തോരൻ ഒന്ന് കഴിച്ചിട്ട് തന്നെ ഭയങ്കര 2 അപ്പം കൂടെ ഉണ്ടാക്കും. എടേ ഇവിടെ വരണേ, ഇതിന്റെ മുമ്പേ അത് പോയാടേ. ഇതെന്തോന്നിത്? ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇവിടെ വന്നിരുന്നത് കേട്ടോ. പണിയായത് എനിക്ക്. ഷിറ്റ്, എവനാണ് കറക്റ്റ് എല്ലാം കിട്ടുന്നത്. ഫുള്ള് കഴിച്ചു നോക്കിയാ, അത് ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയാ? ഉള്ളിത്തോര ഓർഡർ ചെയ്ത അപ്പം നിന്നോണ്ടിരിക്കുന്ന എന്നെയും കാട്ടി വലിയ കഷ്ടപ്പെട്ട അവസ്ഥയാണ് പൂജയ്ക്ക്. ഗൈസ് ഇവിടെ കൊണ്ടുവയ്ക്കൂ. ഇനി ചെറിയ ഉള്ളി എവിടെ നിന്ന് അനങ്ങൂല. ഇല്ല അവിടെ വെച്ചോ, കുഴപ്പമില്ല, അവിടെ വെച്ചോ. ഇനി ആരും കൊടുക്കണ്ട, നമുക്ക് തന്നത്. നമ്മള് ഈ ഏരിയയിലുള്ളവർ ആ ഏരിയയിലുള്ളവർക്കുള്ളതല്ലേ ഇത്. ഇവിടെ ദാരിദ്ര്യം രണ്ട് അപ്പം അവന്റെ അവിടെ പോയി. അവന് മനസ്സിലായി കേട്ടാ, അവന് മനസ്സിലായി സീന് ശരിയല്ല എന്നുള്ളത് കേട്ടാ.
ഇത് കൊള്ളാങ്കി അങ്ങോട്ട് വീണ്ടും പോവല്ലോ. തീർച്ചയായിട്ടും അനന്തോന്നുകൊണ്ട് സൈക്കോളജിക്കലി മൊത്തത്തിൽ തട്ടി. അല്ലാ ചെറിയ ഉള്ളി കുറച്ച് എടുത്ത് വെച്ചേക്കാം എപ്പോഴും, അല്ലെങ്കിൽ ഈ പ്ലേറ്റ് ഇപ്പൊ പോവും. എൻ്റെ അപ്പം വരാണ്ട്. നോക്കട്ടെ ഗൈസ്, ചെറിയ ഉള്ളി കൊള്ളാം നോക്കട്ടെ. ഇതെന്താ ചിക്കനാ? ഇത് ചിക്കനാണ്. ഇത് എല്ലുണ്ട് ഗൈസ്. ആഞ്ഞൊക്കെ എടുത്ത് കടിച്ചു കഴിഞ്ഞാൽ പല്ല് പോകും, സൂക്ഷിക്കണം. ചിക്കൻ ചെറിയ ഉള്ളി മാത്രമല്ല, ചെറിയ എല്ലും ഉണ്ട്. അത് ഇങ്ങോട്ട് ബ്രോ. അപ്പം നേരത്തെ പറഞ്ഞ 2 എണ്ണം അത് പോയോ? ഇനി ഒരു 2 എണ്ണം കൂടെ. അല്ലെങ്കിൽ ഒരു ഫ്രൈഡ് റൈസ് പറഞ്ഞാലോ? ബ്രോ അപ്പം ക്യാൻസൽ. ഫ്രൈഡ് റൈസ് മറ്റേ അവന് കൊടുത്ത അതേ സെയിം സാധനം. പെട്ടെന്ന് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട്. നമ്മൾ അനന്തുവിന്റെ ആക്രാന്തം കണ്ട് വീണ്ടും ഓർഡർ ചെയ്തിരിക്കുകയാണ് ഫ്രൈഡ് റൈസ്. സ്വന്തം ആക്രാന്തം കൊണ്ടല്ല, അത് അനന്തൂര് തലേ കൊണ്ട് വെച്ചോളൂ മനുഷ്യ. ഇതെന്താ ബ്ലറായി പോയത്? നീ പറഞ്ഞതൊന്നും കേട്ടില്ല, നിന്നെ കാണാൻ പറ്റില്ല. പറഞ്ഞതൊക്കെ ബ്ലറായാലും കുഴപ്പമില്ല, ഇട്ടോ. പൂജ ഇത് കഴിച്ചോളൂ. എനിക്ക് ഇഷ്ടമല്ലേ ഫ്രൈഡ് റൈസ് അടിപൊളി ചേട്ടാ. അയ്യോ അവക്ക് ഇഷ്ടമല്ല. വേണ്ടേ? ഓ ഞാൻ കേട്ടാ നിനക്ക് വേണ്ടാന്നോട് ഞാൻ കേട്ടത്. അതാ എടുത്തോ, ഇന്ന് നമ്മളതാ. ഇത് ഈ ഏരിയയിലുള്ള സ്റ്റേക്കും ഫ്രൈഡ് റൈസും ആടേ. സ്പൂണില്ലേ? സ്പൂണില്ലാത്ത വീടോ? ഇതെന്താ മറ്റേ സർവിങ് സ്പൂൺ ആണല്ലോ. അതല്ലേ, നീ ആദ്യം എടു, എന്നിട്ട് ബാക്കി ഞാൻ ആ സ്പൂൺ വെച്ച് കഴിച്ചോളാം. നമ്മൾ ഈ ഒരു ഏരിയയിൽ അത് ബാധകമല്ല, മനസ്സിലായില്ലേ? നമുക്കൊന്നും തന്നില്ലല്ലോ അവര്, അതുകൊണ്ട് നമ്മൾ തിരിച്ച് പകരം വീട്ടുന്നതാണ്. നമുക്ക് മനസ്സിലായി ഇനി വേണ്ടി വരും, അതുകൊണ്ട് മതിയെന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഗൈസ്, ആ തിന്നടാ. എടാ എന്തുവാണ് ഇത്? ഇവനെ കൊണ്ട് ഭയങ്കര ശല്യമായല്ലോ. എന്താണ് നിന്റെ പ്രശ്നം? കല്യാണം കഴിഞ്ഞതോടുകൂടി എന്തും ചെയ്യാന്നുള്ള അധികാരം. ഇല്ല കുഴപ്പമില്ല, ഞാൻ ചുമ്മാ എടുത്തു. അടി അത് ചുമ്മാ പറഞ്ഞേ. ഇല്ല ഞാൻ ചുമ്മാ പറഞ്ഞത്. നോക്കിപ്പിടി മനുഷ്യ. ആരുടെ ബർത്ത്ഡേ? ഇന്നത്തെ ചെലവ് സനു ബ്രോയുടെ. ഇതൊക്കെ വെറുതെ വിടായ്പാണ് കേസ്. മഞ്ഞ പി പി. നീ എന്താ നീ എന്താ പറഞ്ഞത്? അവള് കുറച്ച് കുടുംബത്തിൽ പറഞ്ഞാണെങ്കിൽ ഒന്നും പേരൊന്നും ഇടുവല്ല. അത് മറ്റേ ലാലു ലക്സിന്റെ ഡയലോഗ് അല്ലേ? എന്തോടെ ഇതൊക്കെ ഗൈസ്? ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ കമ്പനികളൊക്കെ ലെവൽ എന്താണെന്നുള്ളത്? മനസ്സിലായില്ലേ? സോറി ഗൈസ്. ബൈ. തുറന്നോ ഗൈസ്? ഇത് നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വാഷ് ബേസിൻ ബ്ലോഗ്. ഗൈസ് എങ്ങനെയുണ്ട് കൈ എഴുതുന്നതിന്റെ ഒക്കെ സംഭവം? അയ്യോ ഗൈസ് എങ്ങനെയുണ്ട് കൈ എഴുതുന്ന വെള്ളമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം എവിടെ വീട്ടിലോട്ട് ടിഷ്യൂ പേപ്പർ അടിച്ചോണ്ട് വന്നു. ഇതെന്താ ഇവിടെ കക്കൂസും ഉണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, വാഷ് ബേസിൻ വ്ലോഗ് കഴിഞ്ഞിരിക്കുന്നു. ഫുഡ് കഴിച്ച ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞു തിരുവനന്തപുരത്ത് മാത്രമേ ഇത് വയറ് വീർത്തു എന്ന് പറയുള്ളൂ. പിന്നെ ഇപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ വയറ് നിറഞ്ഞു എന്ന് പറയും. അങ്ങനെയും പറയാം. വയറ് വീർത്തു എന്നാണ് കേസ് നമ്മൾ അവിടെ നോർമലി. വയറ് നിറയ്ക്കാൻ ആരെ കൊണ്ടും പറ്റും. എന്നാ മനസ്സ് നിറയ്ക്കാനോ? അങ്ങനെ ഒരു സാധനമുണ്ട്. വയറ് വീർക്കിപ്പിക്കാൻ ആർക്കും പറ്റും. വയറ് വീർത്തിപ്പിക്കാനാ?
വീർപ്പിക്കാൻ. വയറ് വീർപ്പിക്കാൻ ആർക്കും പറ്റും. അയ്യേ നല്ല കൂതറായി. നിറയ്ക്കാനാണ് ദിവസം തോന്നട്ടാ. അത് സിനിമ ഡയലോഗ് മനസ്സിൽ കയറി കിടക്കണോണ്ടാണ് സിനിമ. അല്ല പക്ഷെ അത് കേൾക്കാൻ സുഖമുണ്ടോ? വയറ് നിറയ്ക്കാൻ ആരെ കൊണ്ട് പറ്റും? എന്നാ കഴിക്കുന്ന അല്ലെ മനസ്സ് നിറയ്ക്കാൻ. അതില് ഡയലോഗ് വയറ് വീർപ്പിക്കാൻ ആരെ കൊണ്ട് പറ്റും, പക്ഷേ കഴിക്കുന്ന ആളുടെ മനസ്സ് വീർപ്പിക്കാൻ ആരെ കൊണ്ട് പറ്റില്ല. അത് നല്ല ഡയലോഗ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. എല്ലാരും ഇങ്ങോട്ട് വരൂ. ഇത് എന്റെ പുത്തുച്ഛമായ വ്ളോഗാണ്. വരൂ വരൂ. എന്ത് അവിടെ പോയി കിടന്ന് കറങ്ങുന്ന കാണാൻ പറ്റുന്നുണ്ടോ നോക്കി? എല്ലാരും ഉണ്ടോ നോക്കി? ഇവര് പൊക്കമുള്ളതുകൊണ്ട് കാണാൻ പറ്റും. നോക്കി എല്ലാരും ഉണ്ടോ? ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വ്ളോഗ് ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ ഗൈസ്, മറ്റേ പുട്ട് എന്നാ പിന്നെ ഇങ്ങനെ. ഓക്കെ ഗൈസ്, സെറ്റ് അല്ല. ഓക്കെ ഗൈസ്, സെറ്റ്. നമ്മൾ നല്ല അമ്മാവന് നില്ലേ തെറ്റിക്കാതെ. ഞാൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും വായിക്കൂടെ വരെയാണ്. അപ്പൊ ഗൈസ്, നമ്മള് ഫുഡൊക്കെ അടിച്ച് വയറൊക്കെ വീർത്ത് അതൊന്നുമില്ല കട്ട്. അപ്പൊ ഗൈസ്, അപ്പൊ ശരി. അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഗൈസ്. അപ്പം വീണ്ടും അടുത്ത വ്ളോഗിൽ വരുന്നവരെ Please like, share and subscribe. Okay guys, bye bye. Take care. Bye.